റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നു എന്നാണ് തോന്നുന്നത്. കാരണം റഷ്യ പെട്ടെന്ന് എല്ലാം നേടുമെന്ന് കരുതിയെടുത്തുനിന്ന് ഉക്രൈൻ ചില തിരിച്ചടികളാണല്ലോ തുടർച്ചയായി നൽകുന്നത്. അല്ല, എനിക്ക് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ജയാപജയങ്ങളെക്കാളും ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്ന് എൻ്റെ വിഷയമല്ല. പക്ഷേ എക്കാലത്തും ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ബന്ധു സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്താണെങ്കിലും പുതിൻ്റെ റഷ്യയാണെങ്കിലും അത് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് റഷ്യയാണ്. ഇന്ത്യക്കിപ്പോൾ വലിയ ആഭ്യന്തരമായി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്ക അടക്കമുള്ള സോറോസ് അടക്കമുള്ള ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മറ്റൊരു ബംഗ്ലാദേശ് ആവർത്തിക്കണമെന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ത്യ മുന്നണി അടക്കം ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് രാജ്യത്തിന് പുറത്തുള്ള ശക്തികൾ അവരെ സഹായിക്കുമ്പോൾ ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും കൈ നീട്ടിയാൽ ആ കയ്യിൽ പിടിക്കാവുന്ന വിശ്വസിക്കാവുന്ന രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഇസ്രയേലും ഒന്ന് റഷ്യയുമാണ്. അപ്പോൾ റഷ്യ വല്ലാതെ ക്ഷീണിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നിർഭാഗ്യവശാൽ കേൾക്കുന്നത്. അപ്പോൾ റഷ്യയുടെ പരാജയം എന്നതിലുപരി ഇന്ത്യയെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കാൻ എന്തു വന്നാലും ഇന്ത്യയെ കൈവിടില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ശക്തിയാണ് റഷ്യ. അവർക്കൊരു ക്ഷീണം സംഭവിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ കൂടെ ക്ഷീണമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കരുതുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ പ്രേക്ഷകർക്കും ആ അഭിപ്രായം ഉണ്ടാവും. കാരണം റഷ്യ ശക്തമായി നിൽക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു സുരക്ഷയുടെ ഭാഗമാണ്. അതൊന്നാമത്തെ കാര്യം. ഇപ്പോൾ റഷ്യയുടെ ശക്തിയൊന്നും ചോർന്നു പോയിട്ടില്ല. പക്ഷേ റഷ്യ വല്ലാതെ യുദ്ധത്തിൽ എൻഗേജ് ചെയ്യപ്പെടേണ്ടി വരുന്നു. കാരണം ഇപ്പം ഉക്രൈൻ്റെ കമാൻഡറായ ജനറൽ ഒലക്സാണ്ടർ സിറിസ്കിയുടെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് കുർസക് മേഖലയിൽ റഷ്യയുടെ 1000 കിലോമീറ്റർ ഉക്രൈൻ പിടിച്ചെടുത്തു. 1000 ചതുരശ്ര കിലോമീറ്റർ ഏറിയ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഉക്രൈൻ കയറി പിടിച്ചെടുത്തു. 100ഓളം റഷ്യൻ പട്ടാളക്കാരെ പിടികൂടി മുഖമൊക്കെ മറിച്ച് കണ്ണൊക്കെ മൂടിക്കെട്ടി കവചിത വാഹനത്തിൽ കൊണ്ടുപോകുന്ന ചിത്രങ്ങളും ഉക്രൈൻ ആർമി പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ റഷ്യ ഇപ്പോൾ പറയുന്നത് ഇത് ഉക്രൈൻ നടത്തിയ ആക്രമണമല്ല, ഇതിൻ്റെ പിന്നിൽ ജർമ്മനിയുണ്ട്. ജർമ്മനിയുടെ പിൻബലത്തോടെയാണ് ഉക്രൈൻ ഈ സൈനിക മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. അത് ജർമ്മനി അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജർമ്മൻ പ്രവിശ്യയിലുള്ള ഗിലൻ കിച്ചൻ എന്ന് പറയുന്ന ഒരു നാറ്റോ വിമാനത്താവളമുണ്ട്. അത് വളരെ പെട്ടെന്ന് ജർമ്മനി അടച്ചു. എന്താണ് ഈ ആരോപണം വരികയും കുർസക്കിൽ ഈ ഉക്രൈൻ്റെ സേനയുടെ മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്ത ഉടനെ തന്നെ റഷ്യ ജർമ്മനിയുടെ പേര് പരാമർശിച്ച ഉടനെ തന്നെ തങ്ങളുടെ മണ്ണിലെ ഈ നാറ്റോയുടെ വിമാനത്താവളം ജർമ്മനി ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ റഷ്യയുടെ എന്തെങ്കിലും ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണോ അല്ല തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് സ്ഥാപിക്കാനാണോ എന്നറിയില്ല. ഏതായാലും സ്ഥിതി വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. കുർസക്കിലാണ് റഷ്യയുടെ ഏറ്റവും വലിയ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നത്. മോസ്കോ നഗരത്തിലേക്ക് വരെ വൈദ്യുതി കൊടുക്കുന്ന ആണവ നിലയം വരെ കുർസക്കിലാണ്. അപ്പോൾ അവിടെ ആണവ നിലയത്തിന് തീപിടിച്ചപ്പോഴത്തേക്ക് ഉക്രൈൻ പറഞ്ഞ ന്യായം ആ ആണവ നിലയത്തിൽ റഷ്യ ആയുധം സൂക്ഷിച്ചിരുന്നു, അത് പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് പറയുന്നത്. ഏതായാലും റഷ്യയിലേക്ക് ഉക്രൈൻ്റെ നിരന്തരം ആക്രമണം നടക്കുന്നുണ്ട്. റഷ്യൻ പട്ടാളത്തിൻ്റെ വെളിപ്പെടുത്തലനുസരിച്ച് 117 ഡ്രോണുകൾ റഷ്യൻ പ്രദേശത്തേക്ക് വന്നത് റഷ്യൻ സേന വെടിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കുർസക് മേഖലയിൽ നിന്ന് മാറിയിട്ട് ബൽഗറോഡ് എന്ന് പറയുന്ന അടുത്ത ഒരു പ്രവിശ്യയിലേക്ക് ഉക്രൈൻ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുക. അവിടെ നിന്ന് 1,00,000 ആളുകളെ ഒഴിപ്പിച്ചു എന്നാണ് പറയുന്നത്. 1,00,000 ആളുകളെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണം. നഗരത്തിൽ പലയിടത്തും റഷ്യൻ സേന ഇപ്പോൾ ഇല്ല. ഇപ്പോൾ സെലൻസ്കിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, പ്രസ്താവന വന്നിരുന്നു. അതായത് ഞങ്ങൾക്ക് ഈ കുർസക്കിലെ സ്ഥലം ബൽഗറോഡൊന്നും പിടിച്ചെടുക്കുക ഞങ്ങളുടെ ഉദ്ദേശമല്ല, ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇവിടെ നിന്നാണ് വരുന്നത്, കുർസക്കിൽ നിന്നാണ് റഷ്യയുടെ മിസൈൽ ആക്രമണങ്ങൾ ഉക്രൈനിലേക്ക് വരുന്നത്, അത് തടയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണ് എന്ന് പറയുന്നു. പക്ഷേ അത് ശരിയാവാൻ സാധ്യതയില്ല. കാരണം ഉക്രൈൻ്റെ ഭൂപ്രദേശത്തിൻ്റെ 20% ഇപ്പോൾ റഷ്യ പിടിച്ചെടുത്ത് കഴിഞ്ഞ് ഡോൺസ്റ്റോക്ക് അടക്കമുള്ള മേഖലകൾ അവിടെയൊക്കെ സ്വയംഭരണം വേണം. റഷ്യയുടെ സ്വാധീനത്തിലുള്ള ഒരു ഭരണകൂടം കൊണ്ടുവന്ന് കാലങ്ങളായി കൈവശപ്പെടുത്തിയിരിക്കുക. അപ്പോൾ വലിയ തോതിൽ ഇത് കൈവശപ്പെടുത്തിയിട്ട് യുദ്ധത്തടവുകാരായ റഷ്യൻ പട്ടാളക്കാരെ കൂടെ പിടിച്ച് ഒരു വിലപേശലിനുള്ള നയമായിരിക്കാം ഒരു പക്ഷേ ഉക്രൈൻ നടത്തുന്നത്. അപ്പോൾ ഇത് ഈ ജിയോ പൊളിറ്റിക്സ് നോക്കുമ്പോൾ വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ തന്നെ നോക്കൂ, നമ്മുടെ പട്ടാളം ഇപ്പോൾ ജമ്മു കാശ്മീരിൽ
കാശ്മീർ മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ വിജിലൻ്റ് ആയിരുന്നത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ അവിടെ തീവ്രവാദി ആക്രമണം, നുഴഞ്ഞുകയറ്റം ഉണ്ടാകുമെന്ന് കരുതി സൈന്യത്തിൻ്റെ ഭൂരിഭാഗവും കാശ്മീർ മേഖലയിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് തൊട്ടടുത്ത ദിവസങ്ങൾ മുതൽ ആക്രമണം മുഴുവൻ നടക്കുന്നത് ജമ്മു മേഖലയിലാണ്. താരതമ്യേന സേഫ് ആയിട്ടുള്ള, അതിന് കാരണം ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ മിലിറ്ററി കുറച്ച് വീക്കായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ ആവശ്യമില്ല, നാമമാത്രമായ അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടുന്ന ഒരു കരുതലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന പോലെ എല്ലാ രാജ്യങ്ങളുടെയും അതിർത്തി ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും അപകടം പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും കരുതൽ വേണ്ടുന്ന മേഖലകളിൽ സൈന്യത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാവും. ഈ കുർസക് മേഖല അങ്ങനെ റഷ്യ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയായിരുന്നു. അതിലൂടെയാണ് ഉക്രൈൻ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ നമ്മൾ ഹമാസ് കയറി ഇസ്രയേലിൽ ആക്രമിച്ച ഷാബത്ത് ദിവസമാണല്ലോ ആക്രമിച്ചത്, ഒക്ടോബർ 7 നടത്തിയപ്പോഴും ഈ ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദിൻ്റെ ഒരു വീഴ്ചയെക്കുറിച്ച് പരക്കെ ഈ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു ആക്ഷേപം വ്യാപകമായി ഉയർന്നു. മൊസാദിൻ്റെ തലവൻ രാജിവെച്ചപ്പോഴത്തെ നെതന്യാഹു പറഞ്ഞ് രാജിയൊന്നും ഇപ്പോൾ വെക്കണ്ട, പോരാട്ടത്തിനിടയിൽ സേനാനായകനെ മാറ്റുന്ന പരിപാടിയില്ല, യുദ്ധം കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. അത് അവരുടെ ഒരു കൾച്ചർ. പക്ഷേ ഇതുപോലെ തന്നെ റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഒരു പരാജയം കൂടിയാണ്. ഇവിടെ യുദ്ധം നടക്കുന്നു, കൂടുതലും റഷ്യൻ പട്ടാളക്കാരല്ല, വാഗ്നർ ആർമി പോലെയുള്ള കൂലിപ്പട്ടാളത്തെ ഉപയോഗിച്ചിട്ടാണ് റഷ്യ പ്രധാനമായി യുദ്ധം ചെയ്യുന്നത്. റഷ്യൻ ആർമി കാര്യമായി ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ രണ്ട് ഭാഗത്തും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന്, നൂറുകണക്കിനൊന്നുമല്ല, ആയിരക്കണക്കിന് ആളുകൾ, കണക്കൊന്നും കൃത്യം വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ ചില കൂലിപ്പട്ടാളക്കാർ പോലും മരിച്ച് ബോഡി വന്ന കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രൂക്ഷ യുദ്ധം നടക്കുമ്പോൾ കുർസക്ക് മേഖലയുള്ള മേഖലകളിൽ റഷ്യയുടെ ഒരു ശ്രദ്ധക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിലൂടെ ശത്രു കയറുകയാണ്. നാറ്റോ രാജ്യങ്ങൾ ചുറ്റുമുണ്ട്. അവരുടെ വല്ലാതെ റഷ്യയെ ബാധിക്കുന്നു. ഇപ്പോൾ എന്താണെങ്കിലും പുതിൻ പറഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും ഗുരുതരമായ ഒരു പ്രകോപനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുള്ള തിരിച്ചടി കൊടുക്കുമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. റഷ്യയെ സംബന്ധിച്ച് ഇപ്പോൾ 2 വർഷമായിട്ട് യുദ്ധം ചെയ്യുന്നു. യുദ്ധം എന്ന് പറയുന്നത് വലിയ കെടുതി തന്നെയാണ്. ആൾനാശം മാത്രമല്ല, സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളും ഉണ്ട്. റഷ്യക്ക് ആ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ റഷ്യയെ സംബന്ധിച്ച് റഷ്യ അങ്ങനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം റഷ്യയുടെ കയ്യിൽ കണക്കില്ലാത്ത എണ്ണമറ്റ ആണവായുധങ്ങളുണ്ട്. ഈ ലോകത്തെ ഭൂമിയെ ചുട്ടുകരിക്കാൻ പോകുന്ന അണുവായുധങ്ങളുടെ റഷ്യയുടെയും അമേരിക്കയുടെയും ചൈനയുടെയും പക്കലുണ്ട്. കാരണം ചൈനയുടെ പക്കൽ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ചൈനയുടെ പക്കലുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാവേണ്ട അമേരിക്കയുടെയും റഷ്യയുടെയും കയ്യിൽ. കാരണം USSRും സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലം മുതൽ അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായിരുന്ന, സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള വലിയൊരു ശീതയുദ്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് റഷ്യ എന്ത് ചെയ്യുന്നു അത് അമേരിക്ക ചെയ്യും, അമേരിക്ക എന്ത് ചെയ്യുന്നു അത് അതിനേക്കാളൊന്നും മികച്ചപടിയായി റഷ്യ ചെയ്യും. അങ്ങനെയാണ് സ്പേസ് മുതൽ ശൂന്യാകാശത്തേക്കുള്ള യാത്രകൾ, ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം മുതൽ ഇങ്ങനെയുള്ള വലിയ മത്സരം ഉണ്ടായിരുന്നു. ആയുധരംഗത്തും ഇതുണ്ടായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ സ്ഥാപിക്കൽ, അണുവായുധങ്ങൾ ഉണ്ടാക്കിയ കൂട്ടൽ, ഇതെല്ലാം 2 രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ പക്കൽ റഷ്യയെ ഒരു വല്ലാത്ത യുദ്ധത്തിൽ തോൽപ്പിച്ച് കളയാം എന്ന് അമേരിക്ക പോലും കരുതുന്നുണ്ടാവില്ല. കാരണം ഗതികെട്ടവൻ എന്ത് ചെയ്യും? റഷ്യയെ വല്ലാതെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ റഷ്യ ചെയ്യാൻ പോകുന്നത് കയ്യിലിരിക്കുന്ന ആണവായുധം എടുത്ത് ചാമ്പും. അങ്ങനെ റഷ്യയെ തോൽപ്പിക്കുക എന്നുള്ളത് ലോകത്തെ ആരുടെ അജണ്ടയല്ല. കാരണം റഷ്യയെ തോൽക്കുമെന്ന് ഉറപ്പായാൽ റഷ്യ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നീ ഇനി ജീവിക്കണ്ട എന്ന് വെക്കും. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് റഷ്യയെ ഒന്ന് നിലയ്ക്ക് നിർത്തുക എന്ന് മാത്രമേ അമേരിക്കയാണെങ്കിലും ആഗ്രഹിക്കത്തുള്ളൂ. സമ്പൂർണ്ണമായി റഷ്യയെ ഡിഫീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സമ്പൂർണ്ണമായി ചൈനയെ, അല്ലെങ്കിൽ സമ്പൂർണ്ണമായി അമേരിക്കയെ തോൽപ്പിക്കുക എന്നുള്ളത് ഈ വൻശക്തികളുടെ ഒന്നും അജണ്ടയിലില്ല. അത് നമ്മുടെ കയ്യിൽ പ്രതിരോധത്തിനായുള്ള അണവായുധം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മുടെ പക്കൽ അണുവായുധം ഉള്ളത് ആക്രമിക്കാനല്ല, പ്രതിരോധിക്കാനാണ്. പിന്നീട് ഈ പറഞ്ഞതുപോലെ മോദി സർക്കാരിൻ്റെ കാലത്താണ് വേണ്ടി വന്നാൽ ആക്രമിക്കാനും നമ്മൾ ഉപയോഗിക്കും എന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവന നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആക്രമിക്കാനും നമുക്ക് അറിയാം എന്ന് പറയുന്നത്. പക്ഷേ ലോകത്തെമ്പാടും ഇങ്ങനെ ആണവ ശക്തിയുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ ആരും ആഗ്രഹിക്കാറില്ല. കാരണം അത് വിനാശമാണ്. അപ്പോൾ ഏതായാലും റഷ്യ വല്ലാതെ ഒന്ന് പമ്മുന്നു എന്നൊരു തോന്നൽ കാര്യമായി ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ബെൽഗറോഡ് പ്രദേശത്ത് സ്കൂൾ കുട്ടികളെ തന്നെ 5000 സ്കൂൾ കുട്ടികളെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചു. അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. കുർസക്കിൽ ഓൾറെഡി ഇതിനകം അടിയന്തരാവസ്ഥയാണ്. ആളുകളെ വലിയ തോതിൽ ഒഴിപ്പിക്കുന്നുണ്ട്. അവിടെ റഷ്യൻ സൈനികരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള, ഞാൻ പറഞ്ഞില്ലേ, ചിത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഉക്രൈൻ തന്നെയാണോ, ഉക്രൈൻ്റെ പിന്നിൽ പുതിൻ പറയുന്നത് പോലെ ജർമ്മൻ സേന അല്ലെങ്കിൽ നാറ്റോ സേന നേരിട്ടിറങ്ങിയിട്ടുണ്ടോ
എന്നതൊക്കെ വലിയ ചോദ്യമാണ്. നാറ്റോ സേന കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് അത് പോവുകയാണ്. കാരണം ഇത് ഈ യുദ്ധത്തിൽ രണ്ട് ചേരികൾ ഉക്രൈനെ സംബന്ധിച്ച് ഉക്രൈൻ്റെ പക്കൽ വലിയ പണവും ഇല്ല, ആയുധവും ഇല്ല. ഇത് മുഴുവൻ നാറ്റോ കൊണ്ട് കൊടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉക്രൈൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉക്രൈന് പട്ടാളം ഒഴികെയുള്ളത് മുഴുവൻ കൊടുക്കുന്നത് നാറ്റോ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഫസ്റ്റ് ടൈം നാറ്റോ സേന ഇതിൻ്റെ കൂടെ ഉണ്ട്. നാറ്റോ സേന അല്ല, ജർമ്മൻ സേന. ജർമ്മനിയും നാറ്റോയുടെ ഭാഗമാകുമ്പോൾ ജർമ്മൻ സേനയെ നാറ്റോ സേന എന്ന് വിളിക്കാം. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവരുടെ ബാക്കിങ്ങോട് കൂടിയിട്ടാണ് ഈ ആക്രമണം കുർസക്കിലേക്ക് കയറിയത് എന്ന് പുടിൻ പറയുകയും തൊട്ടടുത്ത് തന്നെ ഗിലൻ ക്രിസ്റ്റാനിലെ എയർബേസ്, നാറ്റോയുടെ എയർബേസ് ജർമ്മനി അടയ്ക്കുകയും ചെയ്തത് വല്ലാതെ ചില വായനകൾ നൽകുന്നുണ്ട്. ഒരു പക്ഷേ യുദ്ധം വല്ലാതെ വ്യാപിച്ചേക്കാം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം റഷ്യ ഏതാണ്ട് സഹികെട്ട നിലയിലേക്കാണ്. റഷ്യയെ സംബന്ധിച്ച് അപമാനകരമാണ് ഉക്രൈൻ പോലെയുള്ള ഒരു ചെറിയ രാജ്യം കയറിയിട്ട് പെട്ടെന്ന് കയറിയിട്ട് അവരുടെ 1000-ഓളം കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പിടിക്കുകയും കുർസക്ക് കഴിഞ്ഞിട്ട് അടുത്ത നഗരം പിടിക്കാനുള്ള നീക്കം നടത്തുകയും അവരുടെ പട്ടാളക്കാരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തതൊക്കെ അത്ര പെട്ടെന്ന് പൊറുക്കാൻ റഷ്യക്കല്ല, പുതിന് കഴിയില്ല. പുതിനാണല്ലോ റഷ്യ ഇപ്പോൾ ഏകാധിപതിയായി മരണം വരെ റഷ്യയുടെ പ്രസിഡൻ്റായിട്ടിരിക്കാൻ പറ്റുന്ന തരത്തിൽ ഭരണഘടന വരെ ഭേദഗതി ചെയ്തിരിക്കുന്നത് ഏകാധിപതിയാണ് പുതിൻ. പക്ഷേ നമ്മൾ ഏകാധിപതിയാണെങ്കിലും നമ്മളെ ഇന്ത്യയോടുള്ള നയമൊന്നും മാറിയിട്ടില്ല. ഇന്ത്യയുടെ രാബൽ ബന്ധുവും ഏത് കാലത്തും നമുക്ക് ആശ്രയിക്കാവുന്ന സുഹൃത്തുമാണ്. അപ്പോൾ പുതിനെ സംബന്ധിച്ച് പുതിൻ ഇനി എന്ത് ചെയ്യും, എന്താണ് പുതിൻ്റെ അടുത്ത നീക്കം എന്നുള്ളത് വളരെ നിർണായകമാണ്. നമ്മൾ നോക്കുമ്പോൾ ഇസ്രയേലും പലസ്തീനുമായിട്ടുള്ള പ്രശ്നം, ഗസയിലെ യുദ്ധം, അതിന് ഇറാനുമായി ഉണ്ടാകുന്ന ഒരു സംഘർഷം, ഇറാൻ ഇപ്പം ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് പറയുന്ന ഒരു കാര്യം അമേരിക്ക തന്നെ പറയുന്നു. ഈ ഞായറാഴ്ചക്കുള്ളിൽ അമേരിക്കൻ ഇൻ്റലിജൻസ് പറയുന്നതാണ്, ഈ ഞായറാഴ്ചക്കുള്ളിൽ ഇറാൻ ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തും. അങ്ങനെ അവിടെ ഒരു യുദ്ധമുഖം തുറക്കുകയാണ്. USS ജോർജിയ ഉൾപ്പെടെയുള്ള അമേരിക്കൻ കപ്പൽപ്പട അപ്പുറത്തെത്തിയതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അപ്പോൾ വലിയ സംഘർഷങ്ങൾ ലോകത്തിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട്, ഒന്ന് അമേരിക്കയും ഇസ്രയേലും ഇറാനും, ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ലിബിയയും സിറിയയും ഒക്കെ യമനും ഒക്കെ അതിനകത്ത് നേരിട്ടോ അല്ലാതെയോ പങ്കാളികളാകുന്ന ഒരു യുദ്ധമുഖം തുറക്കാൻ പോവുകയാണ്. അതേസമയം ഇപ്പുറത്ത് നാറ്റോയുടെ സപ്പോർട്ടുള്ള ഉക്രൈനും റഷ്യയും തമ്മിൽ വലിയ ഒരു സംഘർഷത്തിലേക്ക് പോയേക്കാം. കാരണം പുതിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പുതിൻ വിട്ടുകൊടുക്കുന്ന ആളല്ല, എന്തും ചെയ്യും, ഫേസ് ടു ഫേസ് എന്തും ചെയ്യുന്ന ഒരു കർക്കശമായ മനസ്ഥിതിയുള്ള ആളാണ് പുതിൻ. കാരണം ലോകത്ത് എവിടെ പോയാലും പ്രിഗോഷൻ്റെ കാര്യം നമ്മൾ കണ്ടല്ലേ, വാഗ്നർ സേന തിരിച്ച് യുദ്ധത്തിന് പോയ കൂലിപ്പട്ടാളം തിരിച്ച് റഷ്യയിലേക്ക് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ താൽക്കാലികമായ ഒരു വെടിനിർത്തലുണ്ടാക്കി, കോംപ്രമൈസ് ഉണ്ടാക്കി. പുതിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഇയാൾ. പക്ഷേ വാഗ്നർ സേനയുടെ മേധാവി എല്ലാ പ്രശ്നവും എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്നൊക്കെ പറഞ്ഞു പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിമാനം തകർന്ന് മരിച്ചുപോയി. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പുതിൻ്റെ അല്ലെങ്കിൽ റഷ്യയുടെ ശത്രുക്കൾ ദുരൂഹമായ സാഹചര്യത്തിൽ അജ്ഞാതരാൽ, നമ്മുടെ ഇന്ത്യയിലെ അജ്ഞാതരെ പറയുന്ന പോലെ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ക്ഷമ എന്ന് പറയുന്ന സാധനം, ക്ഷമിച്ചു, അതാണ് മറ്റേ ക്ഷമയല്ല, ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം. ഫൊർഗീവ് എന്നുള്ള വാക്ക് നിഘണ്ടുവിലില്ലാത്ത ആളാണ് പുടിൻ. അതുകൊണ്ട് ഒരു പക്ഷേ എന്തും ചിലപ്പം അന്തം വിട്ട കക്ഷി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ റഷ്യയുടെ ഒരു സൽപ്പേരിനെയും ഒരു മസിൽ പവറിനെയൊക്കെ വല്ലാതെ ഇമേജിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സെലൻസ്കി ചെയ്തിരിക്കുന്നത്. അത് സെലൻസ്കി നേരത്തെ അവിടുത്തെ ഉക്രൈനിലെ TV ഷോകളിലെ നടനായിരുന്നു, കോമഡി സ്റ്റാറായിരുന്നു. അപ്പോൾ യുദ്ധം ഒരു കോമഡി അല്ല എന്നതിലേക്ക് മാറി. അല്ലെങ്കിലും യുദ്ധം കോമഡിയല്ല, മരണങ്ങളാണ് നടക്കുന്നത്. പക്ഷേ റഷ്യൻ മണ്ണിലേക്ക് കയറി 1000 കിലോമീറ്ററൊക്കെ പിടിച്ചെടുക്കുന്നത് ഒരു കോമഡിക്കാരൻ്റെ മനസ്സോടെ സെലൻസ്കിക്ക് ആവിഷ്കരിക്കാൻ പറ്റില്ല. ഇത് കൃത്യമായും നാറ്റോയുടെയൊക്കെ മൗനാനുഭവത്തോടെ സമ്മതത്തോടെ സപ്പോർട്ടോടുകൂടി ചെയ്തിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഒരു പക്ഷേ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, റഷ്യ ശത്രുക്കളെയൊക്കെ ദുരൂഹമായ സാഹചര്യത്തിൽ ഉന്മൂലനം ചെയ്യുന്ന ആളാണ്. കീവിലൊക്കെ വലിയ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സെലൻസ്കിയെ ഇവർ ടാർഗറ്റ് ചെയ്യാത്തത്? അമേരിക്ക അങ്ങനെയാണല്ലോ, അവരുടെ ശത്രു ആളാണ്, ശത്രുവിൻ്റെ സൈന്യത്തെ അല്ല, ശത്രുവിൻ്റെ നമ്പർ 1 ആളെയാണ് തീർക്കുന്നത്. ഇസ്രയേലിൽ ഇന്ന് അങ്ങനെയാണ്. ഹനിയയുടെ കാര്യം അറിയാമല്ലോ, ഹമാസിൻ്റെ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സെലൻസ്കിയെ റഷ്യ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിൻ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന്. ഒരു പക്ഷേ
ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ റഷ്യയുടെ ഭൂമി പിടിച്ചെടുത്ത് റഷ്യയിലേക്ക് ഉക്രൈൻ കടന്നു കയറുകയാണെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ ആകെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഏതായാലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ബന്ധുവായ റഷ്യക്ക് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അത് ഇന്ത്യ എന്ന ഒരു സ്വപ്നം, ഇന്ത്യ എന്നുള്ള പ്രതീക്ഷ, ഇന്ത്യ എന്നുള്ള ആശ, ആഗ്രഹം എക്കാലവും നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ എക്കാലത്തെയും ആവൽ ബന്ധുവാണ് റഷ്യ. അതുകൊണ്ട് റഷ്യ തോൽക്കാതിരിക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനെ കണ്ടതിന് ശേഷം ഈ വരും ദിവസങ്ങളിൽ ഒന്നിൽ ഉക്രൈനിലേക്ക് പോകുന്നു എന്നാണ് അറിയുന്നത്. അതോടുകൂടി ഒരുപക്ഷെ ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ നമ്മുടെ ആപൽ ബാന്ധവനായ പുടിനും റഷ്യയ്ക്കും നല്ലത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.